ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. 3-4 ദിവസമായി ആരായിരിക്കും അടുത്ത BJP പ്രസിഡന്റ്. നോക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട നമ്മൾ കേട്ടിട്ടുള്ള തടിയും തൂക്കവും എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലി പറയല്ല, ഒരു കനപ്പെട്ട ആളുകളെല്ലാം കേന്ദ്രമന്ത്രിസഭ വന്നു. പിന്നെ നദ്ദ ഈ ടൈമിൽ ഈ മാസം കഴിയുന്നു എന്നതുകൊണ്ട് മാറണമെന്നില്ല, എക്സ്റ്റൻഷൻ കിട്ടാം. പക്ഷേ നദ്ദയെ പെട്ടെന്ന് മന്ത്രിസഭയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ BJP പ്രസിഡൻറ്റിൻ്റെ ടൈം കഴിയുന്നു, ഇനി ആ ടൈം പോസ്റ്റിൽ സീറ്റിലില്ല എന്നുറപ്പായി. അപ്പോഴാണ് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് RSSൻ്റെ സഹായം വേണ്ട BJPക്ക് എന്നൊരു വിവാദ പ്രസ്താവന നടത്തുകയും ചെയ്തു. അപ്പോൾ RSSൻ്റെ അതൃപ്തി ചിലപ്പോൾ ഇനി പ്രസിഡൻ്റായിട്ടിരിക്കട്ട എന്ന തീരുമാനത്തിന് കാരണമായിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെയുണ്ട്. എന്നാലും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ആരാവും BJPയുടെ അടുത്ത അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ? BJPയുടെ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ് ആകും എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ ശിവരാജ് ചൗഹാൻ, ധർമ്മേന്ദ്ര പ്രധാൻ, മനോഹർ ലാൽ ഖട്ടർ, അവരെല്ലാം ക്യാബിനറ്റിൽ ആയി. അതെ, അങ്ങനത്തെ സീനിയോറിറ്റി ഉള്ള ആളുകളെയൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ മാമയെ അവിടുന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഓർത്ത് ചിലപ്പം BJP അധ്യക്ഷനാക്കാൻ ആയിരിക്കുമെന്ന്. കാരണം അവിടെ മുഖ്യമന്ത്രിയാക്കിയില്ലോ മധ്യപ്രദേശിൽ. അതെ, അദ്ദേഹം പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണ് കൃഷി. അതെ, ഇത്രയും സീനിയറായ ഒരാൾക്കും ഇത്രയും കഴിവുള്ള ഒരാൾക്കും കൃഷി കൊടുക്കുന്നത് പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻസ്, കർഷക സമരമൊക്കെ നടക്കുമ്പോൾ. അതെ, അത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മധ്യപ്രദേശിൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം വളരെ സ്വീകാര്യനാണ്, ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്നു. അതാണല്ലോ 8 ലക്ഷത്തിന് പരം വോട്ടിന് വന്നത്. അപ്പോൾ അവർ 3 പേരും ഇല്ലാതായി. പിന്നെ കേൾക്കുന്ന പേരുകൾ ഫട്നാവിസ്, മഹാരാഷ്ട്ര, രാജിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതെ, അതെന്താന്ന് വെച്ചാൽ അവിടുന്ന് തന്നെ BJPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദേശീയ വിനോദ് താവ്ഡെയുടെ പേരും ഉണ്ട്. ഈ വിനോദ് താവ്ഡെയും ഫട്നാവിസും തമ്മിൽ അത്ര സ്വരച്ചേർച്ച. റാം മാധവിന്റെ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ. റാം മാധവ് ആകുന്ന പ്രശ്നമേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാം മാധവിനെ ആ BJP സ്ഥാനത്ത് നിന്ന് മോദിയൊക്കെ ഇടപെട്ടിട്ട് വേണ്ടാന്ന് ചില കാരണങ്ങൾ കൊണ്ട് വെക്കുമ്പോൾ RSS വിത്ത്ഡ്രോ ചെയ്ത ആളാണ് റാം മാധവ്. അതുകൊണ്ട് BJPയിലേക്ക് ഇനി ആ നിയോഗിക്കുന്ന പരിപാടിയൊക്കെ RSS അവസാനിപ്പിക്കുകയാണല്ലോ, സംഘടനാ സെക്രട്ടറി അല്ലേ? ആ സംഘടനാ സെക്രട്ടറി പോലത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് അയക്കുന്ന പരിപാടിയൊന്നുമില്ല, ഓപ്റ്റ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഫട്നാവിസ് അല്ലാതെ ഒരു പേര് കേൾക്കുന്നുണ്ട്, അനുരാഗ് ഠാക്കൂർ. കൊള്ളാം. അത് ഒരു സർപ്രൈസ് ആയിട്ട് വരാൻ സാധ്യതകളാണ്. കാരണം അധ്യക്ഷ വരുമോ? വനിതാ അധ്യക്ഷ സാധ്യതയില്ല അല്ലേ? വനിതാ അധ്യക്ഷ എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് അല്ല. വനിതാ അധ്യാപിക എന്ന് പറയുന്ന പോലെ പിന്നെന്ത് പറയും? അധ്യക്ഷ എന്ന് പറഞ്ഞാൽ മതി. അധ്യക്ഷ കറക്റ്റ് ആണല്ലോ. ശരിയോ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രസവ മുറി എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അതെ, കഴിഞ്ഞ ദിവസവും മനോരമയിൽ ഇങ്ങനെ എന്തൊരു മിസ്റ്റേക്ക്. ഈ വനിതാ ചേർച്ച് വേറെന്തോ കണ്ടു. അപ്പോൾ അധ്യക്ഷ മതി. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫട്നാവിസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഈ ദേശീയ സംഘടന തലത്തിലേക്ക്, അത് പ്രസിഡന്റ് ആകണമെന്നില്ല, അങ്ങനെ പോകാൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കുറേ നാളായി. കമ്പാരിറ്റീവ്ലി അദ്ദേഹം വളരെ യങ് അല്ലേ? ആണ്, 40s. അപ്പോൾ അതുകൊണ്ടൊരു അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരുമോ? അങ്ങനെയില്ലല്ലോ. അനുരാഗ് ഠാക്കൂറോ? അപ്പോൾ കാരണം അനുരാഗ് ഠാക്കൂറിനെ ക്യാബിനറ്റിൽ എടുത്തിട്ടില്ലല്ലോ. അദ്ദേഹം നല്ല പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ള ഒരാളാണ്. അതെ അതെ അതെ. അദ്ദേഹം അവിടെ വന്ന് നിന്നിരുന്നു. അദ്ദേഹം അസംതൃപ്തിയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല. സാധാരണ പല ആളുകളും ചെയ്യുന്ന പോലെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങേര് വളരെ കാലമായിട്ട് മറ്റേ കേന്ദ്രത്തിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ഫട്നാവിസ് ഇരിക്കുന്നുണ്ട്. ഫട്നാവിസ് ആകുമ്പോൾ RSSനൊന്നും വിഷയമൊന്നുമില്ലല്ലോ അതിൻ്റെ അകത്ത്. പിന്നെ അദ്ദേഹം അന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ, ഞാൻ രാജിവെക്കുന്നു, രാജിയിൽ ആഗ്രഹമുണ്ട്, എനിക്കിനി സംഘടനാ കാര്യങ്ങളിലാണ് താല്പര്യം എന്ന് കൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തോ ഒരു സൂചനകൾ ഉണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ അത്ര സുഖകരമല്ലാത്ത അവസ്ഥയാണല്ലോ ഇപ്പോൾ കിടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി മുമ്പൊരു ദിവസവും നമ്മൾ സംസാരിച്ച് പറഞ്ഞതാണ്. മുഖ്യമന്ത്രി ആയിരുന്ന ആൾ വേറൊരു മുഖ്യമന്ത്രിക്ക് വേണ്ടി മാറിക്കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉപമുഖ്യമന്ത്രിയാകാൻ തയ്യാറായി. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ പിളർത്താനും അലയൻസിനും ഒക്കെ മുൻകൈ എടുത്തതും ഒക്കെ.
ആ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. സൗമ്യനായിട്ട് വിടുവായി തോന്നും, ഒന്നും പറയില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രസിഡന്റ് നല്ലതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പ്രസിഡന്റ് വരുന്ന ഒരാൾ എനിക്ക് തോന്നുന്നത് ഏതർ മഹാരാഷ്ട്ര ഓർ UP, ബംഗാളിൽ നിന്ന് നോക്കേണ്ട കാര്യം ആവശ്യമില്ല. ഈ കുഴപ്പം പറ്റിയിരിക്കുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര അല്ലെങ്കിൽ UP കറക്റ്റാണ്. ആ രണ്ട് സ്ഥലങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം വരണമല്ലോ. അപ്പോൾ അതിനൊരു പൊളിച്ചെഴുത്തും കാര്യങ്ങളൊക്കെ നടത്താനും ശരിക്കും സംഘടന ഉറപ്പിച്ച് നിർത്താനും ഒക്കെ ഉത്തർപ്രദേശിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സംഘടനാ രംഗത്തുമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ആകാം. പക്ഷെ അനുരാഗ് താക്കൂർ അങ്ങനെയല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് വളരെ ഗൗരവത്തിൽ ദേശീയ തലത്തിൽ സംസാരിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ തന്നെത്താനെയുള്ള തോന്നലുകളല്ല. ഒരു യങ്സ്റ്റർ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല, യങ് ബ്ലഡായി. അതുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് അത് പോവും. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 23 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്തല്ലേ 9 ആയിട്ട് മഹാരാഷ്ട്രയിൽ കുറഞ്ഞിരിക്കുന്നത്. ഫട്നാവിസിന് പക്ഷേ ഫട്നാവിസ് പോയാലുള്ളൊരു സംഗതി കൂടി ആലോചിക്കണം. ഇപ്പം ഈ ഞങ്ങൾക്ക് ക്യാബിനറ്റ് പദവി അങ്ങനെ പറയുന്നതൊക്കെ വളരെ മോശമാണ്. ഞങ്ങൾക്ക് ക്യാബിനറ്റ് പദവി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രഫുൽ പട്ടേൽ ഒരു സീറ്റേ ഉള്ളൂ. എന്നിട്ടാണ് ഒരു സീറ്റൊക്കെ ഉള്ളപ്പോൾ അത്രയ്ക്കല്ലേ പറ്റുള്ളൂ. അയാൾ മുമ്പ് എപ്പോഴോ ക്യാബിനറ്റ് വ്യോമയാന സിവിൽ വ്യോമയാനം അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ആയിരുന്ന ആള് ഉപമുഖ്യമന്ത്രി എന്നൊരു സാധനം ഭരണഘടനയിലൊന്നുമില്ല. ഒരു മന്ത്രി അത്രയേ ഉള്ളൂ, ചുമ്മാ ആലങ്കാരികമായി ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നുള്ളൂ. മുഖ്യമന്ത്രി ആയിരുന്ന ആൾ മന്ത്രിക്ക് തുല്യമായ സ്റ്റാറ്റസ് ഉള്ള ഉപമുഖ്യമന്ത്രിയായും തയ്യാറായി. അപ്പോഴാണ് പ്രഫുൽ പട്ടേൽ ഞാൻ പണ്ട് ക്യാബിനറ്റ് ആയിരുന്നു, അതുകൊണ്ട് സഹമന്ത്രി സ്ഥാനം സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഫട്നാവിസ് പറഞ്ഞു ഇനി രാജ്യസഭ തിരഞ്ഞെടുക്കുമ്പോൾ 2 or 3 രാജ്യസഭാ സീറ്റ് കിട്ടുമല്ലോ, അപ്പോൾ പരിഗണിക്കാമെന്ന്. സുനിൽ പറഞ്ഞ പോലെ അപ്പോഴും അദ്ദേഹം ഈ നമ്മുടെ മോഹൻ ഭാഗവത് പറഞ്ഞ പോലെ സമവായത്തിൻ്റെ പറച്ചിലായിരുന്നു അത്. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ കിട്ടുന്നത് സ്വീകരിച്ചെങ്കിൽ അത് ഉണ്ടായേനെ. കാരണം രാജ്യസഭാ അംഗത്വവും കൂടി നോക്കിയിട്ടല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ബന്ധവും ഇതുമായിട്ടുള്ളതല്ല, തൽക്കാലത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അജിത് പവാറിന്റെ കാര്യം അങ്ങനെ കിടക്കുന്നു. അജിത് പവാറിനും ഈ പറഞ്ഞ പോലെ ഭാര്യയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണല്ലോ സുപ്രിയ സുളെ ജയിച്ചത്, ഈ സുനേത്ര തോറ്റുപോയി. പിന്നെ മറ്റേ ഷിൻഡെയുടെ കഥയും പരിങ്ങലിലാണ്. ഷിൻഡെയുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഒറിജിനൽ മറ്റേതാണെന്ന് തെളിഞ്ഞുകൊണ്ട് ചിഹ്നമൊക്കെ കിട്ടിയെങ്കിലും ഒറിജിനൽ മറ്റേതാണെന്ന് ജനം തീരുമാനിച്ചല്ലോ. അപ്പൊ അങ്ങോട്ട് പോകുമോ ഈ ഉള്ള MP-മാര് MLA-മാർ? RSS ഇടപെട്ട് 2 ശിവസേനകളെ ഒന്നിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ശിവസേന 2ആയിട്ട് നിൽക്കുന്നത് അവിടെ ശരിയല്ല എന്നുള്ളത് വ്യക്തമായതാണ്. കാരണം ഹിന്ദുത്വ ശക്തിയാണല്ലോ അത്. BJPക്ക് മുമ്പേ ഉള്ള ഹിന്ദുത്വ ശക്തിയാണ് അത്. അവിടെ മറാഠ, ശിവജിയുടെ പാരമ്പര്യമൊക്കെ പറയുന്ന ആളുകളൊക്കെയാണ്. അത് ഒന്നിച്ച് നിൽക്കുന്നത് തന്നെയായിരുന്നു ശരി. അത് പിളർത്തിയത് തന്നെയാണ് ശരി. അത് പിളർത്തിയതിലൊന്നും വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നു. ഇത് ഭരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണല്ലോ. അങ്ങനെയല്ല, പ്രതിപക്ഷത്തെ കുറേ കാര്യങ്ങൾ ചെയ്തു. ശിവസേനയുടെ കാര്യത്തിൽ ഹരിയാനയിലാണെങ്കിൽ അവസാന ഘട്ടത്തിൽ JJP എന്നുള്ള പാർട്ടിയെ പറഞ്ഞു വിട്ടത്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ പോലെ DMK BJPക്ക് കാലുറപ്പിക്കാൻ പറ്റുന്ന ഒരു പാകം ആയിട്ടില്ല ഇപ്പോഴും. അതിനെ കൂട്ടത്തിൽ കിട്ടി ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ 10-12 സീറ്റ് ജയിക്കുമായിരുന്നു. അതിൻ്റെ കണക്കുകൾ അങ്ങനെ പറയുന്നുണ്ട്. BJPയുടെ വോട്ടുകളും ADMKയുടെ വോട്ടുകളും കൂടെ കൂട്ടുമ്പോൾ ജയിക്കാവുന്ന സീറ്റുകളുണ്ടായിരുന്നു. പിന്നെ ഈ കർണാടകയിലാണെങ്കിലും ഈ ഷട്ടർ പോയി തിരിച്ചു വന്നു, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ അതെ, അങ്ങനത്തെ സംഗതികളെ ഒക്കെ നോക്കിയിട്ടാണ് ഈ സമവായം വേണം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ചർച്ചകളിൽ 2-3 RSS നേതാക്കൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ, ക്യാബിനറ്റ് ഫോർമേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. പുറത്തറിയില്ല എങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. മാത്രമല്ല, ഈ പഴയ നേതാക്കളെയൊക്കെ എന്നോട് ഈ ഡൽഹിയിൽ നിന്നൊരാൾ പറഞ്ഞത്, ഈ SP എന്നൊക്കെ വന്ന ആളുകളൊക്കെ ഉത്തർപ്രദേശിൽ എടുത്തിരുന്നു BJPയിൽ. എന്നിട്ട് അവർക്ക് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരുന്നു. അവർക്കുമായിട്ടൊക്കെ ഈ അഖിലേഷ് യാദവിന് ബന്ധമൊക്കെ ഉണ്ട്. അങ്ങനെ ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പ്രസംഗങ്ങളും രത്തൻ ശാരദ എഴുതിയിലും ഒക്കെ ഉണ്ട്.
ഈ പല ആളുകളെയും അങ്ങനെ എടുക്കേണ്ടതുണ്ടോ, അഴിമതിക്കാരെ എടുക്കേണ്ടതുണ്ടോ, എന്നിട്ട് പ്രാദേശിക നേതാക്കളെ അവഗണിക്കേണ്ടതുണ്ടോ, ഇങ്ങനെ. അല്ല, ഇടയ്ക്ക് പ്രതിപക്ഷം പറയുകയും ചെയ്തു ഈ വാഷിംഗ് മെഷീൻ തിയറി. അതെ, അഴുക്ക് പറ്റിയവരെ BJP-യിലേക്ക് വന്നാൽ അലക്കി വെളുപ്പിച്ച് മിടുക്കന്മാരാക്കി അവതരിപ്പിക്കും. അതൊരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് BJP-ക്ക്. അത് ഡാമേജ് ഉണ്ടാക്കി, ഗുഡ് വില്ലിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നമ്മളും ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ ആളുകളെ എടുക്കേണ്ടതുണ്ടായിരുന്നു. അതിലൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞാണ് കമൽനാഥ്. അതെ അതെ, കമൽനാഥിനെ എടുക്കാതിരുന്നത് മറ്റേ വിജയവർഗീയൊക്കെ മധ്യപ്രദേശിൽ ഉറച്ചു നിന്ന് ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ അശോക് ചവാനെ പോലെ വന്നു പോയേനെ. അതും കൂടി ജനങ്ങൾ തന്നെ തോൽപ്പിച്ചപ്പോൾ വീട്ടിലിരുത്തിയില്ലേ മകനെയൊക്കെ, നകുൽനാഥിനെയൊക്കെ വീട്ടിലിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ 2-3 യുവാക്കൾ വരുന്നുള്ളൊരു മട്ടാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. ഷിൻഡേക്ക് മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ സ്വാധീനമുള്ള ആളല്ല. താനെ കല്യാൺ ഏരിയയിൽ മാത്രമുള്ളതാണ്. അപ്പോൾ നിയമസഭ ജയിക്കുമ്പോൾ ഈ ഷിൻഡേക്കാൾ കൂടുതൽ ആവശ്യം അജിത് പവാറിനെ ഉണ്ട്. അദ്ദേഹത്തിന് പക്ഷേ ഇവർ തമ്മിൽ ശത്രുക്കളാണ്. അവർ ശത്രുക്കളാണ്. അതുപോലെ ഇനി നോക്കുന്ന വിനോദ് താവ്ഡെയും ചേർന്ന് പോകുന്നില്ല ഇദ്ദേഹം. അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് ഈ അനുരാഗ് ഠാക്കൂർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും മറ്റേ അജിത് പവാർ NDA യോഗത്തിന് ആളെ അയച്ചിരുന്നില്ല എന്നൊക്കെ പലരും പറയുന്നതാണ്. അജിത് പവാർ പോയില്ല എന്നൊക്കെ. പക്ഷെ പുള്ളി പ്രഫുൽ പട്ടേലിനെയും സുനിൽ തത്കരെ എന്ന് പറഞ്ഞ് 2 പേരെ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് നിയമസഭ അവസാനമുണ്ട്, ഇനി അധികം കാലമില്ല, 4-5 മാസമേ ഉള്ളൂ. 2 പേർക്കും പിരിഞ്ഞു പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. നിയമസഭയ്ക്ക് മുമ്പ് ഒരു സാഹസികമായിട്ട് പുറത്തു പോകാൻ ഉള്ള സാഹചര്യമൊന്നും കാണുന്നില്ല. MLA-മാർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ ശിവസേനകൾക്ക് ഒന്നിച്ച് ചേരാം. അതെ അതെ, സംഭവിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അജിത് പവാർ പൊക്കോട്ടെ. അജിത് പവാറിനെ മറ്റേ പവാർ സ്വീകരിക്കുകയാണെങ്കിൽ ഒന്ന് പോയതല്ലേ, വന്നു പോയി എന്ന് പറഞ്ഞ പോലെ ഉടനെ സ്ഥാനം കിട്ടി എന്ന് വിചാരിച്ച് എല്ലാം മുഖ്യമന്ത്രിയായി അജിത് പവാർ സത്യപ്രതിജ്ഞ റെഡി ആയിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. അപ്പോൾ കേസുകളുണ്ട്, പഞ്ചസാര അഴിമതിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഈ പേര്. പക്ഷേ എന്നത്തേക്ക് ആകും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്? അതധികം താമസിക്കില്ല, ഒരു മാസത്തിനകമൊക്കെ. കാരണം 3 മാസം കൂടി നഡ്ഡയ്ക്ക് കാലാവധി ഉണ്ടായിരുന്നു. പക്ഷെ നഡ്ഡ തുടരുമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ സീറ്റുകളൊക്കെ കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് വേറെ ആരോപണങ്ങളും ഇയാളെ മാറ്റണം എന്ന് പറഞ്ഞ ക്ലാമറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ബെറ്റർ അക്കോമഡേഷൻ കൊടുത്ത് അത് സൂത്രത്തിൽ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു വേറൊരാൾ. ഏതായാലും നമുക്ക് മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, മന്ത്രിമാർ ചുമതലകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ആരോഗ്യ വകുപ്പാണ്. മോശം വകുപ്പൊന്നുമല്ല, പ്രധാനപ്പെട്ട വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യം 3 മാസം വരെ ഇത് BJP അധ്യക്ഷൻ്റെ സീറ്റ് വേക്കൻ്റ് ആയിട്ടിടാൻ പറ്റില്ല. അദ്ദേഹത്തിന് അവിടെ ഇവിടെയും കൂടെ ശ്രദ്ധിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വന്നാൽ പോലും അത്ഭുതമില്ല. കാത്തിരിക്കാം. ഫട്നാവിസ്, അനുരാഗ് ഠാക്കൂർ എന്നുള്ള പേരുകളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു വെക്കാം. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, കാരണം പാർട്ടി BJP ആണ്, ആരുമാകാം. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഈ പേരുകൾ വന്നെങ്കിലും ബെറ്റർ എന്ന് പറയുന്നത് വേറൊരാളാണ്, UP യിൽ നിന്നൊരാൾ വരുന്നതാണെന്നുള്ള ഒരു തിങ്കിങ്. കാരണം അവിടെ 2 ഉപമുഖ്യമന്ത്രിമാർ നിൽക്കുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകും. മൗര്യയും പ്രസാദ് മൗര്യ, അവരെയും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വരാം, കാത്തിരിക്കാം.